നമസ്തേ, ബേബിയമ്മാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലമായ ഭാരതത്തിൽ വേദാന്ത ചിന്തയും വൈദിക സംസ്കാരവും നാശോന്മുഖമായ ഒരു കാലഘട്ടത്തിൽ അതിനെ പുനരുജ്ജീവിപ്പിച്ച പരമാചാര്യനാണ് ആദിശങ്കരാചാര്യർ. അദ്വൈത തത്വചിന്തയുടെ പ്രചാരകനായ അദ്ദേഹം തന്ത്രശാസ്ത്രങ്ങളുടെ സാരസർവസ്വം എന്ന് പറയാവുന്ന ഒരു മഹത് കൃതി കൂടി രചിച്ചിട്ടുണ്ട്. അതാണ് സൗന്ദര്യലഹരി. പരാശക്തിയായ ദേവിയെ സരസ്വതിയായും മഹാലക്ഷ്മിയായും ദുർഗയായും പല രൂപത്തിൽ ആരാധിക്കുന്നുണ്ടല്ലോ. ഉപാസകർക്ക് ദേവിയുടെ ചൈതന്യം സാക്ഷാത്കരിക്കുന്നതിന് ശ്രീവിദ്യോപാസനയും ശ്രീചക്രോപാസനയുമാണ് ഏറ്റവും ഉത്തമമായ മാർഗങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനിഗൂഢമായ ഗുരുമുഖത്തിൽ നിന്ന് മാത്രം അഭ്യസിക്കേണ്ട ഈ വിദ്യകളുടെ സാരാംശം ഉൾക്കൊള്ളുന്ന മന്ത്രബദ്ധമായ അതീവ ഫലപ്രദായകങ്ങളായ 100 ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് സൗന്ദര്യലഹരി എന്ന വിശിഷ്ട ഗ്രന്ഥം. ഈ 100 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 41 ശ്ലോകങ്ങളെ ആനന്ദലഹരി എന്ന് അറിയപ്പെടുന്നു. തന്ത്രശാസ്ത്രപരമായ ഈ ശ്ലോകങ്ങൾ ഏറ്റവും ഗഹനവും നിഗൂഢവുമാണ്. കൈലാസത്തിൽ ചെന്ന ശങ്കരാചാര്യർ അവിടെ രേഖപ്പെടുത്തിയിരുന്ന 100 ശ്ലോകങ്ങൾ വായിച്ചു മനഃപ്പാഠമാക്കുന്ന നേരത്ത് ഗണപതി 41 ശ്ലോകങ്ങൾക്ക് ശേഷമുള്ള ഭാഗം മായ്ച്ചു കളഞ്ഞെന്നും അതിനാൽ 42 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങൾ ശങ്കരാചാര്യർ തനിയെ രചിച്ചുവെന്നും ഐതിഹ്യമുണ്ട്. വേറെ ചിലർ പറയുന്നത് ഗൗഡപാദാചാര്യർ മഹാമേരു പർവ്വതത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശിഷ്ട ഗ്രന്ഥത്തിലുണ്ടായിരുന്ന ഈ ശ്ലോകങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗോവിന്ദാചാര്യർക്ക് ഉപദേശിച്ചുവെന്നും പിന്നീട് ഗോവിന്ദാചാര്യരിൽ നിന്ന് ശിഷ്യനായ ശങ്കരാചാര്യർക്ക് അത് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു. മഹത്തായ സ്തോത്രങ്ങൾക്ക് 6 ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. നമസ്കാരം, ആശിസ്, സിദ്ധാന്തോക്തി, പരാക്രമം, വിഭൂതി, പ്രാർത്ഥന. ഈ 6 ലക്ഷണങ്ങളും ഒത്തിണങ്ങിയതിനാൽ സ്തോത്രങ്ങളിൽ ഏറ്റവും മികച്ചത് സൗന്ദര്യലഹരിയാണെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രങ്ങളിലെ ദേവാരാധനകളിൽ വൈദികം താന്ത്രികം എന്ന് 2 വേർതിരിവുകളുണ്ട്. കാലപ്പഴക്കത്തിൽ അനേകം കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുള്ളതിനാൽ വൈദിക താന്ത്രിക വിഭാഗങ്ങളുടെ ഒരു സംയോജിത രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. താന്ത്രിക രീതിയിലുള്ള ആരാധനകൾ പിന്തുടരുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ഇതിൽ തന്നെ കാശ്മീര ശൈവ സിദ്ധാന്ത പ്രകാരമുള്ള ആരാധനകളാണ് കൂടുതലായി കണ്ടുവരുന്നത്. കൊടുങ്ങല്ലൂർ, തിരുമാന്താംകുന്ന്, കൊടിക്കുന്ന്, മാടായിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. കാശ്മീര ശൈവ സിദ്ധാന്തം എന്നാൽ മുഖ്യമായും കൗള, തൃക എന്ന 2 ശൈവ ആരാധനാ മാർഗങ്ങളുടെ പ്രായോഗിക തത്വശാസ്ത്രമാണ് എന്ന് പറയാം. AD 950 ജീവിച്ചിരുന്ന അഭിനവഗുപ്തൻ എന്ന യോഗിയാണ് ഈ സിദ്ധാന്തത്തെ പുനരുദ്ധരിച്ചത് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിരുന്നു ശംഭുനാഥനും ലക്ഷ്മണഗുപ്തനും. അഭിനവഗുപ്തൻ രചിച്ച തന്ത്രാലോകം എന്ന ഗ്രന്ഥം കൗള, തൃക വിഭാഗങ്ങളുടെ സിദ്ധാന്തങ്ങളെ ക്രോഡീകരിച്ച് എഴുതിയ ഒരു മഹത് ഗ്രന്ഥമാണ്. നൂറ്റാണ്ടുകളോളം വിസ്മൃതമായി കിടന്ന കാശ്മീര ശൈവ സിദ്ധാന്തത്തെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതും വിദേശികളടക്കം അനേകം പേർ ഈ സിദ്ധാന്തത്തിൽ ആകർഷിതരായതും സ്വാമി ലക്ഷ്മൺ ഛൂ എന്ന മഹത് വ്യക്തിയുടെ പരിശ്രമം മൂലമാണ്. 1907 മുതൽ 1991 വരെ ജീവിച്ചിരുന്ന ഇദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും രചിക്കുകയും പ്രഭാഷണങ്ങളിലൂടെ ഈ സിദ്ധാന്തത്തിൻ്റെ ആഴം ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈയിടെ അന്തരിച്ച പ്രമുഖ കാശ്മീര ശൈവ സിദ്ധാന്ത പണ്ഡിതൻ ബ്രിട്ടീഷുകാരനായ മാർക്ക് ഡെസ്കോവ്സ്കി ഈ വിഷയത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഈ വിഷയത്തിനെ പറ്റി ആധികാരികമായി പറഞ്ഞു തരാൻ കഴിവുള്ളത് ശ്രീ രാമാനന്ദനാണ്. ഈ സിദ്ധാന്തത്തെപ്പറ്റി പഠിച്ച് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുള്ള ഇദ്ദേഹം പ്രശസ്ത നടൻ ശ്രീ മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. സമാന ചിന്താഗതിക്കാരായ ശ്രീനാഥ് കാര്യാട്ട്, ശ്രീജിത്ത് പണിക്കർ, ശങ്കു ടി ദാസ് എന്നിവരുമായി ചേർന്ന് ഇവർ കൊച്ചിയിൽ ശിവരാത്രിക്ക് സൗന്ദര്യലഹരിയെ ആസ്പദമാക്കി വേവ്സ് ഓഫ് ബ്ലിസ് എന്ന സൽസംഗം സംഘടിപ്പിക്കുന്നതായി അറിഞ്ഞു. ശ്രീ മോഹൻലാലും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.
മോഹൻലാൽ അടക്കം ഇവരെല്ലാവർക്കുമുള്ള ഒരു സമാനത ഇവരെല്ലാം മൂകാംബികാ ദേവിയുടെ അടിയുറച്ച ഭക്തരാണെന്നതാണ്. ദേവിയുടെ മനസ്സും നിയോഗവും മൂലമാണോ ഇവർ ഒന്നിക്കുന്നതെന്നും ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇടയാകുന്നത് എന്നും കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പലവിധ ചിന്താധാരകളുടെ സമഞ്ജസമായ ഒരു സമന്വയമാണ് ഭാരത സംസ്കാരം. ഋഷിമാരും വേദങ്ങളും ഉദ്ബോധിപ്പിക്കുന്നത് സത്യം ഒന്നേയുള്ളൂ എന്നാണ്. എന്നാൽ ആ സത്യത്തിലേക്കുള്ള മാർഗങ്ങൾ പലതാണ്. ഓരോ മാർഗത്തിനും അതിൻ്റെതായ ശക്തിയും ദൗർബല്യങ്ങളും ഉണ്ട്. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് പരാശക്തിയുടെ ഏക ചൈതന്യം തന്നെയാണെന്ന സത്യം തിരിച്ചറിഞ്ഞവർ തങ്ങൾ തിരിച്ചറിഞ്ഞ സത്യത്തിൻ്റെ പൊരുളിനെ മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന തരത്തിൽ പകർന്നു കൊടുക്കാനായി ചെയ്യുന്ന പരിശ്രമങ്ങളെല്ലാം വേദഹിതവും ദേവഹിതവും തന്നെയാണ്. ശ്രീലകത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന ഈ ചിലമ്പൊച്ച തുടർന്നും ആനന്ദത്തിൻ്റെ അലയൊലികളായി എല്ലാവരിലേക്കും എത്തിപ്പെടാൻ മൂകാംബികാ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.